എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നമ്മൾ വളരെ അടുത്തായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആൺകുട്ടി പെൺകുട്ടികളിൽ അട്രാക്റ്റ് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ മുതലേ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടി ആൺകുട്ടികളിൽ അട്രാക്റ്റ് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയം തന്നെയായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പെൺ സുഹൃത്തിനോട് ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, ആണുങ്ങളുടെ നെഞ്ചിലുള്ള ചെസ്റ്റിലുള്ള ഹെയർസ് അവൾക്ക് അട്രാക്ഷൻ തോന്നാറുണ്ട്, അതിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട് എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും ഒരുപോലെ തോന്നണമെന്നൊന്നുമില്ല. നമ്മൾ പറയാൻ പോകുന്ന പോയിന്റും എല്ലാവരും സംബന്ധിച്ചും ഒരുപോലെ ആവണമെന്നില്ല. ചിലരത് ശരിയാവും, ചിലരത് റെഡിയാവില്ല. കാരണം പേഴ്സണലി ഓരോ ആൾക്കും ഓരോ കൺസെപ്റ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ പറയുന്ന എല്ലാ പോയിന്റുകളും കണക്ട് ആയില്ലെങ്കിലും കുറച്ച് പോയിന്റുകളൊക്കെ കണക്ട് ആവുന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ കമൻറ്റ് ചെയ്യുക. അല്ല എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആഡ് ഓൺ ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോ വന്നിട്ട് അതെല്ലാം കൂട്ടി കണക്കിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ആ കമൻറ്റുകളിലൂടെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാനും പറ്റുമല്ലോ. പെട്ടെന്ന് നമുക്ക് പോയിന്റുകളിലോട്ട് പോകാം. 8 പോയിന്റുകളാണ്, 8ൽ നിന്ന് 1 പോകാം. അപ്പോൾ 8ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലാണ്. സ്മെല്ലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു മുല്ലപ്പൂ സ്മെല്ല് ചെയ്യുകയാണെന്ന് കരുതുക. നമുക്കൊരു എന്താ പറയുക, നല്ല പോസിറ്റീവ് ഫീല് തോന്നും. നല്ല സ്മെല്ലുകൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ നൽകും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി അതർവൈസ് ഒരു നെഗറ്റീവ് സ്മെല്ല് ഇല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ഒരു എന്താ പറയുക, നമ്മളെ തന്നെ നെഗറ്റീവാക്കി കളയും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്തൊരു സുഹൃത്ത് വന്നിരിക്കുകയാണ്. അത് ആൺ സുഹൃത്താവട്ടെ പെൺ സുഹൃത്താവട്ടെ ആരും ആയിക്കോട്ടെ. അപ്പോൾ അവർ വിയർത്തൊലിച്ച് ഒരു നെഗറ്റീവ് സ്മെല്ലോടുകൂടി വന്നിരിക്കുകയാണെങ്കിൽ നമ്മളെയും അത് നെഗറ്റീവാക്കും, നമ്മൾക്കത് അത്ര സുഖകരമായിട്ട് തോന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയെ അട്രാക്റ്റ് ആവുന്നു. ആ അട്രാക്ട് ചെയ്യുന്ന പേഴ്സൺ ആക്ച്വലി നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ടാണ് ഉള്ളതെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ ചില പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ആൺകുട്ടി സ്പ്രേ ഒക്കെ അടിക്കുന്നു, അപ്പോൾ തന്നെ പെൺകുട്ടികളെ തുരുതുര അയാളെ പിന്നാലെ ഓടുന്നു. അപ്പോൾ അതുപോലെയൊന്നും സംഭവിക്കില്ലെങ്കിൽ നല്ലൊരു സ്മെല്ല് കീപ്പപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് തീർച്ചയായിട്ടും ആ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലോ ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു പോസിറ്റീവ് ഫീൽ നൽകാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നമ്മളിൽ അട്രാക്റ്റ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്മെല്ലിൻ്റെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് 7ാമത്തെ പോയിന്റിലോട്ട് പോകാം. 7ാമത്തെ പോയിന്റ് നമ്മൾ മുടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മുടി നീട്ടി വളർത്തുക അങ്ങനെയുള്ളൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ നമുക്കുള്ള മുടി വളരെ എന്താ പറയുക, നല്ല രീതിയിൽ ഒതുക്കി വയ്ക്കുക, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് നമ്മുടെ മുഖത്തിന് ചേർന്ന രീതിയിലും ഒക്കെ ആയിട്ട് ഒതുക്കി വയ്ക്കുന്നത് എപ്പോഴും ആർക്ക് കണ്ടു കഴിഞ്ഞാലും ഒരു നല്ലൊരു പോസിറ്റീവ് ഫീൽ തോന്നാൻ വേണ്ടിയിട്ട് ഇവൻ കൊള്ളാം എന്ന് തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാവും. അപ്പോൾ അത് പെൺകുട്ടി ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളാണെങ്കിലും മറ്റൊരു പേഴ്സൺ ആണെങ്കിലും ആ ഒരു അട്രാക്ഷൻ തോന്നാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മുടി പ്രോപ്പർ രീതിയിൽ കട്ട് ചെയ്യുകയും അത് പ്രോപ്പർ രീതിയിൽ ഒതുക്കി വെക്കാനും നമ്മൾ കെയർ ചെയ്യണം. ചിലർ ചുമ്മാ ഇങ്ങനെ നല്ലോണം മുടി വളർത്തി ചുമ്മാ അങ്ങോട്ട് പാറപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ പറയുമ്പോൾ കാട്ടാളെ പോലെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇടാതെ അത് ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കംഫർട്ടബിൾ ആയിട്ട് ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ 6ാമത്തെ പോയിന്റിലോട്ടാണ് പോകുന്നത്. 6ാമത്തെ പോയിന്റ് നമ്മുടെ കൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കൈയുടെ കാര്യം പറയുമ്പോൾ എന്താണ് ഈ കൈയുമായിട്ട് ഇത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു? ഗേൾസ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു ഘടകമാണ് അവരുടെ ഹാൻഡ് എന്ന് പറയുന്നത്, ബോയ്സിൻ്റെ ഹാൻഡ് എന്ന് പറയുന്നത്. ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ നെയിലുണ്ട്. ചില ബോയ്സ് നഖങ്ങൾ നീട്ടി വളർത്തും, പക്ഷേ അതിനിടയിൽ ഡേർട്ട്, അതായത് ചളിയും കാര്യങ്ങളൊന്നും കുടിയും കിടക്കുന്നത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യില്ല. അതെല്ലാം നമ്മളെ പേഴ്സണൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഘടകമാണ്. അപ്പോൾ നമ്മൾ നീട്ടി വളർത്തുന്ന ഒരു പ്രശ്നമല്ല, പക്ഷേ അത് നീട്ടി വളർത്തി കഴിഞ്ഞാൽ പ്രോപ്പർ ഹൈജീനും കാര്യങ്ങളും കീപ്പ് ചെയ്യുക. പെൺകുട്ടികൾ ഇതൊക്കെ ശ്രദ്ധിക്കും. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമൊക്കെയാണിത്. അതുകൊണ്ട് തന്നെ അവരിത് ശ്രദ്ധിക്കുന്ന ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും അതൊക്കെ പ്രോപ്പറാക്കി വെക്കുക കേട്ടോ. അതിനുകൂടി വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതെല്ലാം അറിയുമ്പോൾ നമുക്കത് കുറച്ചും കൂടി എന്താ പറയുക, ബെറ്റർ ആക്കി വെക്കാൻ പറ്റുമല്ലോ. ഇതിനടുത്ത് നമ്മൾ 5ാമത്തെ പോയിന്റിലോട്ട് പോകണം. 5ാമത്തെ പോയിന്റ് നമ്മളെ ഷൂസ്, ചെരുപ്പ് ഇങ്ങനെയുള്ള ഘടകങ്ങളാണ്. ഷൂസ്, ചെരുപ്പൊക്കെ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ, അതൊക്കെ ലേഡീസ് ശ്രദ്ധിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഷൂസ് ഓർ ചപ്പൽ എന്ന് പറയുമ്പോൾ അത് വലിയ ബ്രാൻഡഡ് അല്ലെങ്കിൽ വലിയ കോസ്റ്റ്ലി സാധനം ഇടണമെന്നൊന്നുമില്ല. നമ്മൾ ഇടുന്ന കാര്യം ബെറ്റർ ആയിരിക്കണം, അത് ഒരു നീറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു ബെറ്റർ ഫീൽ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ല ചേരുന്ന രീതിയിലാണ് ആ ഷൂ ആണ്. ചിലർക്ക് ഷൂ ഇട്ട് കഴിഞ്ഞാൽ അത്ര ഗുമ്മ് തോന്നണമെന്നില്ല. അപ്പോൾ ഷൂ ഇടുന്നു, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഷൂ ഇടുന്നു, അപ്പോൾ നല്ല നമുക്ക് യോജിക്കുന്ന രീതിയിലൊരു ഷൂ കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചെരുപ്പാണെങ്കിൽ എനിത്തിങ്, അത് പ്രശ്നമില്ല. നമ്മൾ പൈസേൻ്റെ കാര്യം അവിടെ നോക്കുന്നില്ല. ഞാൻ പറയുന്നൊരു കാര്യം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചപ്പലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് 5ാമത്തെ പോയിന്റ്. ഇനി പറയാൻ പോകുന്ന പോയിന്റ് 4ാമത്തെ പോയിന്റ്, എനിക്ക് തോന്നുന്നു കൂടുതൽ വളരെ ബെറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് തന്നെയാണ് പേഴ്സണാലിറ്റി. ഗേൾസ് തീർച്ചയായിട്ടും നോക്കുന്ന ഒരു ഘടകം തന്നെയാണ്. നമുക്ക് ഒരുപാട് പണമുണ്ടെങ്കിലും നല്ലൊരു പേഴ്സൺ അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഗേൾസിനെ അട്രാക്ട് ചെയ്യുന്ന ഘടകമല്ല.
അത് നമ്മൾ നോക്കേണ്ട കാര്യം. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ആളോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി, ഒരു ഫ്രണ്ട്സിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി, ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി, അതുപോലെ ഒരു പബ്ലിക് സ്പോട്ടിൽ നിന്ന് എങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു ഇൻഡിവിജ്വലിന് എത്രമാത്രം റെസ്പെക്റ്റ് കൊടുക്കുന്നു. അപ്പം നമ്മുടെ പേഴ്സണൽ മാനറിസം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ പേഴ്സണാലിറ്റി തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. അവർ ശ്രദ്ധിക്കുന്ന ഒരു ഘടകമാണ്. ഒരു ബോയിൽ അവർ നോക്കുന്ന, വിലയിരുത്തുന്ന ഘടകങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും പേഴ്സണാലിറ്റി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബി എ ഗുഡ് പേഴ്സൺ, ഒരു ഗുഡ് പേഴ്സൺ ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. ഇത് നമ്മൾ തേർഡ് പോയിന്റിലോട്ട് പോവാണ്. നമ്മൾ നേരത്തെ ഷൂവിൻ്റെ കാര്യം 5ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് പോയിന്റ് ക്ലോത്ത് ആണ്. നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ അയ്യോ ഡ്രസ്സൊക്കെ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ, ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇടണം എന്നല്ല ഞാൻ പറയാൻ പോണത്. ഇപ്പം പല പേഴ്സൺസ് ഇപ്പോൾ പല ശരീരം ഇതായിരിക്കും, ചിലർ വളരെ സ്ലിം ആയിരിക്കും, ചിലർ മീഡിയം സൈസിലുള്ള ആളായിരിക്കും, ചിലർ നല്ല തടിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ലിം ആയിട്ടുള്ള ഒരാൾ വളരെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നണമെന്നില്ല, അത്ര സുഖകരമായിട്ട് നമുക്ക് തോന്നില്ല, അത് ഒരു മിസ്മാച്ച് ഫീലിംഗ് തോന്നും, ഒരു പ്രപ്പോർഷൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അനുസരിച്ചായിട്ടുള്ള ഒരു പ്രപ്പോർഷനുള്ള ഒരു ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക. അത് വളരെ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം എന്നല്ല നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് കാണുമ്പോൾ അയാളുടെ ശരീരത്തിന് ചേർന്ന് നടക്കുന്ന വളരെ യോജിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സാണെന്ന് ഫീൽ തോന്നിയാൽ മതി. അത് ബ്രാൻഡഡ് ആവണമെന്നോ ഒന്നുമില്ല, വലിയ തിളങ്ങുന്ന കളറാവണമെന്നോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു നീറ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ബോഡിക്ക് പ്രപ്പോർഷനേറ്റ് ആവാനും മാക്സിമം ശ്രദ്ധിക്കുക. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാണ്ട് അതിൽ കൂടുതൽ പ്രത്യേകിച്ച് ആ കാര്യത്തിൽ വലിയൊന്നും ചിന്തിക്കാനില്ല. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പോയിന്റിലോട്ട് പോകാം. സെക്കൻഡ് പോയിന്റ് സ്മൈലാണ്, ചിരിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ടെൻഷനായിട്ടിരിക്കാന്ന് ചിന്തിക്കുക. ആ സമയത്ത് ചിലരുടെ സ്മൈൽ, ഇപ്പോൾ ഒരു കുട്ടിയുടെ ക്യൂട്ട് സ്മൈൽ നമ്മൾ കാണുകയാണ്, ഒരു വീഡിയോയിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ടെൻഷൻ റിലീഫ് ഫീലിംഗ് തോന്നും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ആ ഒരു സ്മൈലിന് അത്രമാത്രം ഒരു ഇലക്ട്രിഫൈയിങ് ഫീലിംഗ് ഉണ്ട്. നമ്മളെ ഒന്ന് മാറ്റിയെടുക്കാൻ, നമ്മൾ മൂഡ് സീൻസ് തന്നെ ചേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അപ്പോൾ ചിരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിരി നമ്മൾ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഘടകമല്ലേ. അപ്പോൾ പെൺകുട്ടികൾ തീർച്ചയായിട്ടും നല്ലൊരു സ്മൈലുള്ള ഒരു പുരുഷനെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ പെൺകുട്ടി ആൺകുട്ടിയിൽ മാത്രം ശ്രദ്ധിക്കുന്നതല്ല, ആൺകുട്ടി പെൺകുട്ടിയിലും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നമുക്ക് ആരെയും ഒരു പേഴ്സണെ ഒക്കെ ഒരു പോസിറ്റീവ് മൈൻഡഡ് പേഴ്സൺ ആണെന്ന് തോന്നും ഈ ഒരു ചിരിയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ ആൺകുട്ടിയിൽ പെൺകുട്ടി ശ്രദ്ധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് സ്മൈൽ എന്നുള്ളത്. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് ഫേസ് ആണ്. നമ്മുടെ ഫേസ് എന്ന് പറയുമ്പോൾ തൊലി വെളുപ്പൊക്കെയാണോ ഞാൻ പറയാൻ പോകുന്നതെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും. അതൊന്നുമല്ല. കാരണം ഇപ്പോൾ തൊലി വെളുത്തിനെ കൊണ്ട് നല്ല വെളുത്തൊരു പേഴ്സൺ ആണെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അത് ഓരോ ആളുടെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് കറുത്തവൻ വെളുത്തവൻ എന്നുള്ളതിലല്ല സൗന്ദര്യം എന്ന് പറഞ്ഞ ഘടകമുള്ളത്. അപ്പോൾ അത് കണ്ണിൽ ഓരോ ആൾക്ക് പേഴ്സണലി തോന്നുന്ന കാര്യമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ കാര്യം. ഇനിയിപ്പോൾ ഫേസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പം താടി ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫേസൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയ രീതിയിൽ ഒന്ന് വയ്ക്കാൻ ശ്രമിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പോൾ പുരികൊക്കെ വല്ലാത്ത രീതിയിൽ ആയിട്ട് വേണമെങ്കിൽ ത്രെഡിങ് പോലെ പരിപാടികൾ ബോയ്സും ചെയ്യാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്, അത് ഒതുക്കി വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ താടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് സെറ്റാക്കി അങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇവനൊരു പെർഫെക്റ്റ് ഓക്കെയാണ്. അതിപ്പം ഒരു പെൺകുട്ടി അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ കാണിക്കുന്ന കാര്യമാണ്. ചുമ്മാ കാട് പോലെ ഇങ്ങനെ വളർത്തിയിട്ടൊന്നും ശ്രദ്ധിക്കാതെ ആണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ വിലയിരുത്തുന്ന ഘടകം തന്നെയായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഫേസ് ആണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പം നമ്മൾ ചർച്ച ചെയ്ത 8 പോയിന്റുകൾ ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു കാലഘട്ടത്തിൻ്റെതായ പല പോയിന്റുകളും കടന്നു വരുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടത്താടിയും ബുള്ളറ്റും ഒക്കെയാണ്. ഈ കട്ടത്താടിയും ബുള്ളറ്റും ഒക്കെ എപ്പോഴാണ് കടന്നു വന്നതെന്ന് കൂടി നിങ്ങൾ ആലോചിച്ചോക്കെ. ഈ ബുള്ളറ്റൊക്കെ എപ്പോഴുണ്ടായതാണ്? അപ്പോൾ അതിനു മുമ്പൊന്നും ഗേൾസ് ബോയ്സിൽ അട്രാക്റ്റഡ് ആയിട്ടില്ലേ? ഇതെല്ലാം കാലഘട്ടത്തിൻ്റെതായ രീതിയിൽ സിനിമകളും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എന്താ പറയുക കുത്തി നിറച്ച് തന്ന കുറച്ച് ചിന്തകൾ മാത്രമാണ്. ഇന്ന് ചിലപ്പോൾ ചില ഗേൾസിനോടൊക്കെ ചോദിച്ചാൽ പറയും കട്ടത്താടിയും ബുള്ളറ്റും ഉള്ള ഒരു കട്ടക്കലിപ്പനെയാണ് വേണ്ടതെന്നൊക്കെ. അതെല്ലാം വെറും മണ്ടത്തരമാണ്. ഇതൊന്നും അല്ല നമ്മുടെ ലൈഫിൽ ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇതിൽ പറഞ്ഞ പോയിന്റുകളിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പേഴ്സൺ ഇൻഡിവിജ്വലിന് പ്രോപ്പറായിട്ട് റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കുന്നത്, അയാളുടെ സങ്കടങ്ങളും വിഷമങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്, അങ്ങനെ അയാളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ നമ്മുടെ ലൈഫിലോട്ട് വരികയാണ് വേണ്ടത്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഘടകമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അതില്ലെങ്കിൽ പോയി. അപ്പം നമ്മളെ പേഴ്സണലി ഉയർത്താൻ അവരെ കൊണ്ട് സാധിക്കും, നമുക്ക് അവരെയും ഉയർത്താൻ സാധിക്കും. അപ്പോൾ നല്ലൊരു പേഴ്സൺ ആവുക, നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ പേഴ്സണൽ ഹൈജീനും കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കാവുന്നേ ഉള്ളൂ. അപ്പം പേഴ്സണാലിറ്റി
ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു വേ ഓഫ് ബിഹേവിങ്, റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതി, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ബാക്കി എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതൊക്കെ എപ്പോഴാണെങ്കിൽ നഷ്ടപ്പെടാവുന്നേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ ഫേഷ്യൽ ബ്യൂട്ടി എന്ന് പറയുന്ന സംഭവം എപ്പോഴാണെങ്കിൽ നഷ്ടപ്പെടാവുന്നേ ഉള്ളൂ. ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ മതി, അതൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളെ ആ ഒരു ക്യാരക്ടർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നല്ലതാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാണ്ട് പണവും കാര്യങ്ങളും ഒന്നുമല്ല. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഇനി എന്തെങ്കിലും പേഴ്സണൽ ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഒരു ബോയ്സിൽ അട്രാക്റ്റ് ആവുന്ന എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല, വേറെ പോയിന്റുകളാണെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം അത് ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സ് ഫ്രീ ആണ്. എന്നെ നേരിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിതിൻ സോൾട്ട് എന്ന് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. ഓക്കെ, തുടർന്ന് വീഡിയോസാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, പരിഗണിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റാ.